ഉണ്ണിയപ്പച്ചട്ടി ഉപയോഗിച്ച് നമുക്ക് ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള സ്പ്രിംഗ് ചിക്കൻ ബ്രോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പോളം ചിക്കന്, എല്ലില്ലാത്ത ചിക്കന് സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കട്ടി കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ നീരും കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് പാകത്തിന് ഉപ്പ് കുരുമുളകൊക്കെ ഇട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു കോട്ടിങ് കൂടി തയ്യാറാക്കിയെടുക്കണം. എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു പ്ലേറ്റിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും അല്പം സോഡാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ ചിക്കൻ പീസും ഇട്ടിട്ട് അത് ഡിപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ചിക്കനും ഇട്ടിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് 10 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിന് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല കവർ ചെയ്ത് മാത്രം ഓയിൽ മതി. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിൽ. പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാനൊന്നും ചാൻസ് ഇല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നോർമൽ വാട്ടർ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം മിക്സ് ആക്കിയിട്ടില്ല മൈദ മിക്സിലൊന്ന് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ മുട്ടൻ്റെ ആവശ്യം അങ്ങനെയൊന്നും ഇതിൽ വരുന്നില്ല. നേരിട്ടിട്ട് നമ്മൾ വെള്ളത്തിലാണ് മുക്കിയെടുക്കുന്നത്. അതിനുശേഷം മൈദ മിക്സിയിലിട്ടിട്ട് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാതും ഡിപ്പ് ചെയ്ത് കവർ ചെയ്തതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടിൻ്റെ ഓയിൽ അപ്പോഴേക്ക് നല്ലവണ്ണം ചൂടായിട്ടുണ്ടാവും. ആ ഒരു ഹോൾസിൽ ഓരോ ചിക്കൻ്റെ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അധികം കരിയാനോ ഒന്നും ചാൻസ് വരുന്നില്ല. നല്ലവണ്ണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ അധികം വരുന്നില്ല. ഈ ഒരു ഓയിലിൽ തന്നെ 2-3 തവണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ നിയർ ആയിക്കഴിഞ്ഞാൽ മറുവശം തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എങ്ങനെ ആകുമ്പം ഓരോന്നായിട്ട് നമുക്ക് ചിക്കന് ബ്രോസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രിസ്പിയിൽ തന്നെ കിട്ടും. വീട്ടിൽ നമുക്ക് കുറഞ്ഞ ഓയിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുറഞ്ഞതിൽ അവർക്ക് അവരെ കണ്ണു വെട്ടിച്ചുള്ള ചിക്കൻ ബ്രോസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെയൊക്കെ. പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഈ സ്പ്രിംഗ് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ മുക്കി പൊരിക്കേണ്ട ആ ഒരു ആവശ്യം അതിൽ വരുന്നില്ല കേട്ടോ. മുകളിൽ തന്നെ എണ്ണ അതുപോലെ തന്നെ നമ്മളതിൽ കാണാൻ പറ്റും. അധികം വറ്റി വരികയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതുപോലെ ബ്രോസ്റ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു ഓയിലിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയുള്ളൂ. നല്ല സിമ്പിളായിട്ടാണ് നമ്മളിവിടെ സ്പ്രിംഗ് ചിക്കൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിലൊക്കെ ചിക്കൻ്റെ പീസൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. മേലത്തെ മസാല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.